ഇത് പറയാത്തോല് കൊറേ ആൾക്കാർ വന്നിട്ടുള്ള എന്താ അതൊക്കെ കൂടെ കാട്ടുക. അങ്ങോട്ട് നോക്കല്ല, എനിക്ക് വേണ്ടതേ ബ്രാൻഡഡ് എന്തേ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നോലെ നീച്ചണില്ലാന്ന് ഒരു നാക്കും പോലെ ഇരുന്ന് തിന്നോട്ടെ. എന്റെ കല്യാണം നിങ്ങൾ കല്യാണല്ലോ ആരെ തയ്യിലാന്ന് പോയി കുളിച്ചാ നിങ്ങൾ മുണങ്ങാൻ നേരത്തെ ഇങ്ങോട്ട് വരില്ല. ഇത് മുഴുവൻ പച്ച കളറ് ഇതിൽക്ക് പറ്റൂല. നിങ്ങൾക്ക് ബ്രാൻഡഡ് പെർഫ്യൂംസിന്റെ അതേ സ്മെല്ല് കിട്ടിയാ പോരെ. ഈ കുപ്പി മാറി കണിച്ചിട്ട് നിങ്ങൾക്ക് എത്താ കട്ടിങ് കഴിഞ്ഞ് വേറെ എന്ത് ചെയ്യണം നിങ്ങൾക്ക്? ഗോൾഡൻ ഫേഷ്യൽ എത്ര വെച്ചാ? ഗോൾഡൻ ഫേഷ്യൽ 1500 ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ള നിങ്ങൾ ആ സ്ഥിരം വെക്കുന്ന ചാതിൽ വെക്കല്ലേ, ഇത് തേച്ചാ തൈനില്ല. അപ്പൊ നിങ്ങൾ കാണിച്ചു തരട്ടോ പൊണ്ടാറ സ്കൂളിൽ എന്ന് തുറക്കലാണ്. ആ പാത്തൊന്നുമില്ല അച്ഛനും കേട്ട സ്വഭാവമാണ്. ആ സുക്കൂറാണ് ഓളെ വൈത്തര ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാണ് നിങ്ങള്. ബ്രാൻഡഡ് പെർഫ്യൂംസിന്റെ ഒക്കെ ഇൻസ്പയർഡ് വേർഷൻസ് ആണ് ഈ കാണുന്നത് മുഴുവനും. അതിന് എനിക്ക് അതേ സ്മെല്ല് മാത്രം കിട്ടിയാ പോരെ. ലാസ്റ്റിങ് 1500 അന്ന് വേണ്ടേ. പപ്പായ വെച്ചാലോ? പപ്പായ ആണെങ്കിൽ 1000 ഉള്ളൂ. 1000 ഉണ്ട്. എന്നിട്ട് നീച്ചിനുള്ള ആൾക്കാരെന്ന് കുറച്ച് മുളകൊക്കെ ഏറെട്ടൂടെ, അല്ലാതെ പോലെ നടക്കൂലത്. കുരുവൾക്കൊക്കെ ഫുൾ ആയിട്ടാളാ എരിഞ്ഞിട്ടേലും നീച്ചട്ടെ അതുകൊണ്ട് കുത്തിക്കോട്ടെ. നടക്കും പെമ്പൂസനെ കണ്ട് പോയി കുളിച്ചവിടുന്നേ അത് പോയി ചോർന്നോ നിക്കണം. അതല്ല നിങ്ങൾക്ക് വണ്ടി ഇങ്ങോട്ട് വരും, ഞാൻ കാണിച്ചു തരാം. ഒന്ന് മണത്തോക്കിങ്ങളത് പച്ചക്കളർ ക്രീമില്ലേ, അത് ചെയ്യാൻ എത്ര വെച്ചാ? അതിന് വെറും 500 ഉള്ളൂ. ഏതാ ചെയ്യേണ്ടത് നിങ്ങൾക്ക്? നിങ്ങൾ അതൊന്നും ചെയ്യണ്ട. തൽക്കാലം മുഖത്ത് കുറച്ച് വെള്ളം ചെന്നിട്ട് ടിഷ്യൂ പേപ്പറും തുടച്ചു നീച്ചോളൂ. എവിടേക്കാ ഞാൻ നോക്കുക? ആ ഇജമ്മായി കുട്ടികളൊക്കെ വന്നിട്ട് ഓർക്കൊക്കെ കൊണ്ടുപോയി വേഗം കൊടുക്കേ. അടവിനൊന്നും കൊടുക്കട്ടെ, കായിലോട്ട് മാത്രം കൊടുത്താൽ മതി. ഒബായം കൊണ്ട് ഓർഡർ എടുക്കുന്ന ടീമാണ്. മനുഷ്യരെ പച്ചച്ച് തിന്നാ പാത്തുരത് മനസ്സിലാവില്ല ഓലെ വിചാരം. പോയത്തക്കാര് ഒന്നുകൂടി തിന്നോട് കിട്ടിയേ. 10 പൈസക്കില്ല, ഒരു മണമില്ല. അതിന് ഇവിടെയാണ് അടിച്ചിക്കണതേ തന്നെ. കൈമ 5ന്റെ പൈസയില് പിന്നെ ഇതിന്റെ വില വെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇത് കച്ചവടമല്ലാതെ ഈ ബന്ധുകാര് കൊടുക്കണതാണ് തന്നെ. നിങ്ങൾ അങ്ങോട്ട് പോ. ആരാ നീ ഓടയും കാറ്ററിംഗറെ ഏൽപ്പിച്ചാൻ പറഞ്ഞു? ലത്താഫിന്റെ കമ്ര. മൂത്താപ്പാടത്തെ കമ്ര എവിടെ? മൂത്താപ്പാന്റെ കമ്ര അല്ല, ലത്താഫിന്റെ കമ്ര ഈ കമ്പനിന്റെ പേര്. ആ പിന്നെ എനിക്കൊരാളെ കാണാണ്ട് നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് ഒരു അടിപൊളി ഭക്ഷണമാണ്, അതാണ് ഓരോ ഏൽപ്പിച്ചിട്ടുള്ളത്. ഓരെ പറ്റി ചിറ്റ് പറഞ്ഞ ആവശ്യമില്ല. ആൾക്കാർ പിന്നെയും പിന്നെ ഇങ്ങനെ ഇട്ട് തിന്നാണ്. അതെ അന്നം കാണാത്ത മാതിരി. അല്ലെങ്കിൽ ഈ ആമക്കളെ മക്കളെ വേറെ എന്തേലും ഒരു മണം വെച്ച മതി. എന്ത് കണ്ടിട്ട് അങ്ങനെ പെറുക്കിടുന്നത്? ഞാൻ കൊണ്ടുവന്ന ബ്രാൻഡഡ് സാധനങ്ങൾക്കൊക്കെ നല്ല പൈസയാണ്. ആര് പറഞ്ഞു നിങ്ങളോട് ഇത് ബ്രാൻഡഡ് പെർഫ്യൂംസിനൊക്കെ? ഇറങ്ങി ഒരു മനുഷ്യന്മാരല്ല അപ്പൊ തിന്നൂലേ. തമ്പുരാൻ നിങ്ങൾ ഇവിടെ കിടന്ന് ചൊറിയാതെ വേറെ ആൾക്കാര് പോയി കല്യാണത്തിന് വേണ്ടിട്ടാ പെര ഇതന്നെ ഉള്ളൂ. എനിക്ക് ആ ചീഞ്ഞ മുട വേണ്ട. മക്കള് അവിടെ പോയി അപ്പുറത്ത് പോയി കഴിച്ചു. എത്തോടെ കുച്ചിപ്പുറ്റ് നിങ്ങളെ പേരെ കുട്ടികളെ വരും. അങ്ങനത്തെ പേര് വേറെ കാണില്ലേ. ഒരു മുടക്കീം ക്ലോൺസ് ആണ്. വെറും 490 മുതലാണ് ഇപ്പൊ ഇവിടെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണതേ. ഒന്നും നോക്കണ്ട, കൊട്ടാണ് നേർച്ചാളാ ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത്. ചങ്ങ ഇതിന്റെ ഉള്ളിൽ ഇരിക്കൂല, പേരും ചൂടാണതേ. എന്നാ തണുപ്പത്തിക്കണേ. ഇവിടെ എവിടെ മരം, ഇവിടെ തണലൊന്നുമില്ല. കൊറേ കൊണ്ടും കൊടുത്തു തന്നെയാണ് റാഫി ഏരിയയിൽ കൊണ്ടുപോയാൽ മാറി കേട്ടാ. 10-14 ക്രിമിനൽ കേസ് വെറുതെ ഉണ്ടായില്ല കേട്ടാ ഈ ഏരിയയില്. പക്ഷേക്കോ ചെറുക്കൊന്ന് ശ്രദ്ധിച്ചേ, ഏത് സമയത്തും കല്ലുടെ മരപ്പ നടത്തും. എന്റെ ചെറുക്കനോ അനക്ക് ആള് മാറിയിട്ടുണ്ടാവും. നിങ്ങളെ ചെറുക്കൻ ഫാറൂഖിനല്ലേ? എന്തിനാണ് ഇത്ര വലിയൊരു സ്റ്റേജ് ഇവിടെ? ഇവിടെ നിൽക്കിട്ടൊപ്പം വരാം. ഒന്ന് പ്രശ്നം കൂടി കൊടുത്തില്ലല്ലോ. ഓൾക്ക് എപ്പോഴും കിട്ടണല്ലേ. ഇത് എനിക്ക് മുണങ്ങാനേക്കാരോ? ആ ശരിയാണേ. ഇന്നലെ പോയി ആനമുട്ട ഞാൻ ഒറ്റക്കാണല്ലോ കിടന്ന് മുണങ്ങിയത്. ഇത് മനുഷ്യനെ AC ഒക്കെ ചങ്ങായി കംപ്ലൈന്റ് ആണ്. അന്നാ കുഴപ്പമില്ല, ഞാൻ അവിടെ ഇരുന്നോളാം. പറ എന്നിട്ട് അവിടെ ഇരുന്നോ, ഞങ്ങള് പോയി വരാം. ആളെ മാറിയിട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ പോരുമ്പോഴേ ആ വൈപ്പാച്ചിൽ ആ കല്ലുമ്പോ കുത്തിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലേ ഒന്ന് പോയി നോക്കി.
ഇന്നാ ഞാൻ നമ്മളെ കല്യാണത്തിന് 1000 ആൾക്കാരില്ലേ? 1000 ആൾക്കാരുണ്ട്. 1000 ആൾക്കാര് മുകളിലുള്ള പരിപാടിക്കൊക്കെ ഈ സ്റ്റേജ് പിന്നെ ഫ്രീ ആയിട്ടാണ് കൊടുക്കണത്. തന്നെ പണ്ടാറങ്ങ അങ്ങനത്തെ ഒരു കറിയാക്കുക. നിങ്ങൾ പെമ്മക്ക മക്കൾക്ക് നിങ്ങൾ പള്ളാച്ചി തിന്നാൻ അങ്ങോട്ട് കൊടുക്കും. ആമക്ക മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കലുണ്ടാ? ചിന്ന മക്കളെ നിന്നെ കണക്കാരടി ചോരോ ചെറുക്കാതെ പൊടി കൊടുത്തു ഇമ്മ. Few moments later. ഞാൻ എല്ലായിടത്തോളം കാലം ഒറ്റനെ കൊണ്ട് ഒരു കളിയും കളിപ്പിക്കാൻ നിൽക്കില്ല. ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കി തരോ? എന്റെ ബസ്സിന്റെ ടൈമായി. ബസ് സ്റ്റാൻഡിലേക്കല്ലേ ഇപ്പൊ ഇറക്കി തരാം. കണ്ണുടിച്ചുകൊള്ളടാ. കള്ളോ? ഞാനോ? എന്തപ്പി പറയണേ? സത്യം പറഞ്ഞേ ഇല്ല. തന്തനാണല്ലോ എനിക്ക് ഇങ്ങനെ കിട്ടിക്കണ റബ്ബ്. കൊല്ല് കൊല്ല് കൊല്ല്. തന്തേന്നോ? പുതിയാപ്പിളച്ച് ഞാനല്ലേ? എനിക്ക് പൊട്ടക്കപ്പച്ച അങ്ങോട്ട് പോയിക്കോളെ. നിങ്ങൾ ആൺമരക്കളാണെങ്കിൽ നെയ്ച്ചോറും കോയും ബിരിയാണി ഒക്കെ കൊടുത്ത് പള്ളാച്ചി തീറ്റിച്ചല്ല. നേരെ മറിച്ച് പെൺമരക്കളാണെങ്കിൽ എന്താ കാട്ടല്? ഓല് പണിപ്പിച്ച് വണിപ്പിച്ച് അവിടെ കുഴിച്ചിട്ട് മൂടും. അതല്ലേ ഇറക്കിക്ക വണ്ടിന്ന് എന്താ ഒഴിക്കാം. എടാ ആപ്പി ജംഗ്ഷൻ നല്ല അടിയാ കേട്ടാ. അന്റെ ഏരിയയിൽ ഞാൻ അറിയാണ്ട് ഒരു അടിയാ. ആരോല് ഏത് ടീമാ? തുടർന്നു എന്നോട് സെക്യൂർ പറഞ്ഞല്ലോ. ഓനക്ക് അസൂയാണേ. നമ്മള് വാപ്പി മകനായിട്ട് ജീവിച്ചനെ അല്ല. നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിട്ട് അവിടെ കേട്ടങ്ങാറുണ്ടേ. വരെ 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 എടുക്കെടുക്കെ ചിരിച്ചോ ചിരിച്ചോ. ചങ്ങള ഇവരെ നമ്മൾ എവിടെ നടക്കണത്? എന്താവളെന്നോ അവന്റെ ചൊറിച്ചില്. ഇത് ചിലക്കാതെ പൊയ്ക്കോടും. പക്ഷെ അല്ലെങ്കിൽ തല കത്തിക്കാണ്. ശുക്രാക്ക നിങ്ങൾ അമ്മയും പെങ്ങളും ഇന്റെ കുറ്റം എങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുത്ത ഒന്നോട് ഒരു ഓട്ടോറിക്ഷക്ക് വരാൻ പറ. പരിചയമില്ലാത്ത ഏതോ ടീമാ, പൊട്ടേഷൻ ടീമാന്ന് തോന്നുന്നു. എന്നാ അതൊന്ന് കാണണല്ലോ. കിടിലൻ ടീമാട്ടോ അവര്. ഇതല്ലേ അതെ, അത് ഓനെ പോലത്തെ ആൾക്കാർക്ക് ഭയങ്കര അസൂയുണ്ട്. അതിന് നമുക്ക് തിരിപ്പുണ്ടാക്കണേണ്. ഇന്ന ഓനെ അങ്ങനെ വിടാൻ പാടില്ലല്ലോ. ഓനക്ക് ഞാൻ കൊടുത്തോളാം. പറൂക്കേ നിക്കവിടെ. കുട്ടിയാക്കാണ് ഒരു വസ്തു തിന്നാൻ കൊടുക്കൂല. ഉള്ളത് മൊത്തം ഓല അറിയിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ പഴമൊന്ന് കേട്ടെങ്കിൽ നിന്നോട് നിങ്ങൾക്ക് ഇന്റെ ആ പെരിയൊക്കൊന്നും പോയിട്ട് കൊടുക്കണ്ട. വാളെല്ലാം കണ്ടിന് അടി കൊണ്ടിട്ട് തൂറി തെരഞ്ഞു പോയി. സമാധാനത്തിന് അങ്ങനെ പറഞ്ഞ തിരിപ്പിക്കലടി. ഇതിനോട് വല്ലാതെ പറയിപ്പിച്ചാൽ നിൽക്കണ്ട. ചെറുക്കരടി നശീകരണം പിടിച്ചോളെ. ഓമ്മ ഇപ്പൊ എങ്ങോട്ടും കൂടി കൊണ്ടുപോയിക്കോ. എനിക്ക് ഞാൻ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിലല്ലേ പോകേണ്ടത്? നമുക്ക് ഇതിലേ പോവാം. ഒന്നല്ല. പക്ഷെ എന്റെ ഉമ്മാനെ സ്ഥാനത്ത് നിങ്ങൾ കണ്ടുപോയി. അല്ലാതെ വർത്താനം പറയാൻ നിൽക്കണ്ട. രണ്ടോ ഇറങ്ങിപ്പോയി കാണി പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇവള് ഉമ്മയും ഒരിക്കലും ചോദിച്ചു പോകില്ല. സെക്യൂരിറ്റി വിളിച്ചിട്ട് രണ്ടു വർത്താനം പറഞ്ഞ സെക്യൂരേ തിഞ്ഞപ്പാട് എന്തൊക്കെയാ വളർത്തിക്കണേ? അണക്കിലെ പണി ഞാൻ തരട്ടോ. പിന്നെ ഇവര് നമ്മൾ കണ്ടാൽ തന്നെ അടിയാണ്. പിന്നെ ഉമ്മ ആയതുകൊണ്ട് എനിക്കൊന്നും എതിർത്ത് പറയാൻ പറ്റൂല. അതൊക്കെ എനിക്കറിയടാ. അമ്മാമിയും മരുള്ള പ്രശ്നങ്ങളെ പണ്ട് മുതൽക്കേയുള്ള. അതിലേ പോയാല് ചെറിയ പ്രശ്നം. ഇത് കള്ളല്ല. ആ പെണ്ണ് പറഞ്ഞ മാതിരി കഞ്ചാവാണ്. തരീക്കണ്ട് കേട്ടോ. ബാക്കി ഉണ്ട് ഞാൻ തരാം. ഇപ്പൊ അതാണ് ഞാനിപ്പോ ഈ പ്രശ്നം ചെന്നുകാണ്ട് എന്റെ അമ്മനോട് പറഞ്ഞാലേ അതിലേറെ പ്രശ്നങ്ങളാകുള്ളൂ. അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു പെരടുക്കൽ ആവശ്യം. ഭാര്യയും ഭർത്താക്കന്മാരാകുമ്പോഴേ നേരത്തെ പെരടുത്ത് പോകണേ ഏറ്റവും നല്ലത്. അതിനുള്ള പൈസ നീ സുഖറാക്കാനടുത്തില്ലപ്പാ. അതിന് വലിയ പൈസ ഉണ്ടാവില്ല മക്കളെ. പെരുന്നൽമേള എക്സാം ഡേയ്സ് ഇല്ലേ, ഫോണുണ്ടെങ്കിലേ അവിടെ പോയാൽ മതി. കുറച്ച് പൈസ കൊടുത്താൽ മതി. ആ പൈസ ഞാൻ തരാം. ബാക്കിയുള്ള പൈസ കൂടെ അറവായിട്ട് അടിച്ചോട്ടെ. എക്സാമ്പിൾ കുഴപ്പമില്ലല്ലോ. നമുക്ക് നന്നെ പോയൊക്കെ സുഖറാക്കാം.